നമസ്കാരം. ഈ ആഴ്ച നമുക്കിപ്പം ശ്രീ നാദർ ഷാ. സ്വാഗതം. നമസ്കാരം. ഇക്ക മേരാ നാം ഷാജി. എന്താണ് ഷാജി? മേരാ നാം ഷാജി 3 ഷാജിമാരുടെ കഥയാണ്. കോഴിക്കോട് ഷാജി, കൊച്ചി ഷാജി, ട്രിവാൻഡ്രം ഷാജി. ഇതിൽ കോഴിക്കോട് ഷാജിയായിട്ട് ബിജു മേനോൻ, കൊച്ചി ഷാജി ആസിഫ് അലി, ട്രിവാൻഡ്രം ഷാജി സാക്ഷാൽ ബൈജു സന്തോഷ്. അതാണ് ഷാജിമാരുടെ കഥ. 3 പേരും ഒരു ലക്ഷ്യവുമായി കൊച്ചിയിലെത്തുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാഷ്. എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു പിക്ക് ബൈജു ചേട്ടൻ്റെ. എന്തുകൊണ്ടാണ് ബൈജുവിനെ ഒരു ഷാജിയാക്കാൻ തീരുമാനിച്ചത്? അതൊന്ന് ട്രിവാൻഡ്രം സ്ലാങ് കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കണം എന്നുള്ളൊരു നമ്മളൊരു കാൽക്കുലേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ബൈജുണ്ണൻ ഗംഭീര ആക്ടറാണ്. അത് പുത്തൻ പണം പിന്നെന്താ, അതാണ് ഈ പുള്ളി കൂടെ വന്ന് ഇങ്ങനെ കത്തിയിട്ടങ്ങ് പോകുന്നതാണല്ലേ. പുത്തൻ പണമായാലും ആടിട്ടൂലായാലും. അല്ല, അദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷങ്ങളെല്ലാം ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന സിനിമകളിൽ സിനിമ എന്തോ ആയിട്ട്, പക്ഷെ പുള്ളി വന്നു കഴിഞ്ഞാൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിയുടേതായ ഒരു സ്പേസ് സേഫ് ആക്കിയിട്ട് പോകും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമുക്കത് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അത് തന്നെ കാര്യം. മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിച്ച 2 പടങ്ങൾക്ക് ശേഷമാണ് മേരാ നാം ഷാജി. എൻ്റെ ഒരു ക്രൂ അത് വിനോദ് ഇല്ലമ്പള്ളിയാണ് ക്യാമറ. അദ്ദേഹം ഞാൻ ഒരുമിച്ച് ആദ്യമായിട്ടാണ്. പിന്നെ എൻ്റെ മ്യൂസിക് ഡയറക്ടർ എമിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുതിയ ആളാണ്. പിന്നെ ദിലീപ് പൊന്നൻ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്. കഴിഞ്ഞ 2 സിനിമകളിലും പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അതായത് ആദ്യത്തെ സിനിമയിൽ പുതിയ സ്ക്രിപ്റ്റ് റൈറ്ററെ പരീക്ഷിച്ച പോലെ നമ്മുടെ 3ാമത്തെ സിനിമയിൽ ഒരു പുതിയ സ്ക്രിപ്റ്റ് റൈറ്ററെ പരീക്ഷിക്കുകയാണ്. പരീക്ഷിക്കാനൊന്നുമില്ല, അദ്ദേഹം വളരെ എന്താ പറയുക കഴിവുള്ള ഒരു റൈറ്ററാണ്. ഒരുപാട് കോമഡി സീരിയൽസ് അങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസ്, TV പ്രോഗ്രാംസ് അതിൻ്റെ ഡയറക്ടറായിരുന്നു, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. അല്ലാണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചാടിക്കയറിയിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വന്നതല്ല. അതൊന്ന്. പിന്നെ എഡിറ്റർ ജോൺ കുട്ടി പുലിമുരുകൻ പോലെയുള്ള വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ള, പിന്നെ നമ്മളുടെ കഴിഞ്ഞ 2 പടങ്ങളും ജോൺ കുട്ടി തന്നെ ചെയ്തത്. പിന്നെ സമീറ സനീഷ് അമറക്പുരം തോണിയിൽ കോസ്റ്റ്യൂമറായിരുന്നു. മറ്റേ കട്ടപ്പനയിൽ വന്നപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടായുള്ളൂ. പിന്നെ നമ്മുടെ മേക്കപ്പ് ശങ്കരേട്ടനൊക്കെ ഞങ്ങളുടെ എന്താ പറയുക മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ മേക്കപ്പ് ചെയ്ത, ആദ്യത്തെ സിനിമയിൽ മേക്കപ്പ് ചെയ്ത ആളാണ് ഒരു വലിയ. പിന്നെ ജെയ്ക്സ് ബിജോയാണ് എൻ്റെ റീ റെക്കോർഡിങ്. ജെയ്ക്സും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ 2 പടം ബിജുപാലായിരുന്നു ചെയ്തത്. മ്യൂസിക് ഡയറക്ഷൻ വേറെ ആളെ ഏൽപ്പിക്കുന്നു, അതെന്തായിരിക്കും? മ്യൂസിക് ഡയറക്ഷൻ വേറെ ആളെ ഏൽപ്പിക്കാൻ കാരണം ഈ എമിൽ എൻ്റെ കുറേ പാട്ടുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എമിൽ കന്നഡയിൽ അത്യാവശ്യം തിരക്കുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ എമിൽ മലയാളിയാണ്, ട്രിവാൻഡ്രംകാരനാണ്. അപ്പോൾ ഇവനിടയ്ക്ക് എന്നെ കാണുമ്പോൾ ചോദിക്കുക, എനിക്കൊരു അവസരം തയ്ക്കുക, എനിക്ക് എന്നെ മലയാളത്തിലെ ഏതെങ്കിലും ഒരു ഡയറക്ടറെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിങ്ങനെ എപ്പോൾ കണ്ടാലും ഇത് തന്നെ സ്ഥിരം പല്ലവിയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വേറെ ആളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ട് 2-3 പേരുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു നോക്കി, എമിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ആലോചിക്കാമെന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നത്, കാരണം ഞാനും ഡയറക്ടറല്ലേ, എനിക്കറിയാം ഞാൻ ഈ ആലോചിക്കാമെന്ന് പറയുന്നതിൻ്റെ ആ വേർഡിൻ്റെ ഇതറിയാമെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഈ വേറെ ഒരു ഡയറക്ടർ എന്താണെങ്കിലും ഇവന് ഒരു ലോഞ്ചിങ് എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യതയില്ല. പിന്നെ ഉള്ളത് അവന് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അടുത്ത പടം ചെയ്തു. അപ്പോൾ അവൻ ചോദിച്ചാൽ ഇക്കം മ്യൂസിക്. ഞാൻ പറഞ്ഞു, അത് വിട്ട് നീ അടുത്ത പടം ചെയ്യേ, ഇപ്പോൾ നമ്മുടെ ഈ പടത്തിൽ നീ മ്യൂസിക് ഡയറക്ടർ. ഈ സാധാരണ ആർട്ടിസ്റ്റുകളെ കൊണ്ട് പാടിക്കുന്നൊരു ഏർപ്പാടുണ്ട്, ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് അങ്ങനെ ആർട്ടിസ്റ്റിനെ കൊണ്ട് പാടിക്കുന്ന ഏർപ്പാടില്ല. ഇതിനകത്ത് ഇപ്പോൾ പാടിയേക്കുന്നത് ജാസി ഗിഫ്റ്റ്, പിന്നെ ശ്രേയ ഘോഷലും രഞ്ജിത്തും കൂടി ഒരു പാട്ട് പാടി, അതൊരു ഡ്യൂറ്റ്. പിന്നെ ജാവേദ് അലി ഹിന്ദി, അങ്ങനെ കുറച്ച് പേരാണ് പാടിയേക്കുന്നത്. ഈ പൃഥ്വിരാജും ഇന്ദ്രനും ജയസൂര്യയും ഇക്കയും ഷാജോണേട്ടനും ഒക്കെ പാടിയിരുന്നു തോന്നുന്നു ആ പാട്ടില്ലേ? നിങ്ങൾ 5 പേരെ കോൺട്രിബ്യൂഷനാണ് പാട്ട്. നമ്മൾ 5 പേര് പാടിയിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പാടിക്കുന്നത് ഷാജോണും പൃഥ്വിരാജും ജയസൂര്യയും ഇന്ദ്രയും. ഞാൻ കോറസാണ് പാടിയത്. അതിനകത്ത് എങ്ങനെ ആ ഒരു ഐഡിയയിലേക്ക് എങ്ങനെയായിരുന്നു? അത് ഇവരുടെ ശബ്ദത്തിൽ തന്നെ പാട്ട് പാടിക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചതാണോ, അതോ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പം അതങ്ങ് തീരുമാനമായതാണോ? അതൊരു സിമ്പിൾ പാട്ടാണ്. പ്രേമം എന്നാൽ എന്താണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് അത് ഇവർക്കൊക്കെ പാടാൻ പറ്റുന്ന, അല്ലാതെ ഇപ്പോൾ നമ്മൾ ഹരി മുരളീധരൻ പാട്ടൊന്നുമല്ലോ, സിമ്പിളായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് ഇവരെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പാടുന്നത്. ഇപ്പോൾ പൃഥ്വിരാജാണെങ്കിലും ഇന്ദ്രനാണെങ്കിലും ജയനാണെങ്കിലും അത്യാവശ്യം നല്ല
സിംഗേഴ്സാണ് അവർ. അപ്പോൾ അതറിയാം. അപ്പോൾ പിന്നെ ഇവർ പിന്നെ ഷാജോൺ നന്നായിട്ട് പാടും. ഇങ്ങനെ പാടുന്ന പാട്ടിറങ്ങി. അല്ല, പാട്ട് പാടാൻ അറിയാവുന്ന നടന്മാർ തന്നെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അവരുടെ ശബ്ദം തന്നെ വരട്ടെ വിചാരിച്ചു. കട്ടപ്പന ചെയ്യുമ്പോൾ വിഷ്ണുവിനെ നായകനാക്കാം എന്ന് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം തീരുമാനിച്ചാണ്. ഇത് ആദ്യം വേറൊരു ഡയറക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇപ്പോൾ വിഷ്ണു ബിപിനും സ്ക്രിപ്റ്റ് എഴുതുന്ന യമന്റെ പ്രണയകഥ ബി സി നൗഫലിന് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എഴുതിയ സ്ക്രിപ്റ്റാണ്. ബി സി നൗഫൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനകത്ത് ആക്ടർ വേറെ നടനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സിനിമയായിട്ട് യോജിച്ചു പോകാനായിട്ടുള്ള ചെറിയ എന്തോ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ പേരിൽ അങ്ങനെ അവർ ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സബ്ജക്റ്റ് ഞാൻ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ നൗഫലിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, വിഷ്ണു ഉണ്ണികൃഷ്ണനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്. അപ്പോൾ അദ്ദേഹം പുതിയ ഡയറക്ടറാണ്, കാര്യമാണ് പറഞ്ഞത്. ഞാനൊരു പുതിയ ഡയറക്ടർ ഒരു പുതിയ ഹീറോ വെച്ചിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പടം എത്രത്തോളം, നാദർഷാണെങ്കിൽ നാദർഷ ഒരു പടം തെളിയിച്ചാണ് അമർ അക്ബർ. നാദർഷയ്ക്ക് വലിയ കുഴപ്പം വരില്ല. അപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ചെയ്തു, അതിന് കുഴപ്പമില്ല, കാരണം നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അത് സേഫാണ്, നിങ്ങൾ ഒരു പടം പ്രൂവ് ചെയ്ത ആളാണ് അതിൻ്റെ പേരിൽ, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യത്തെ സംവിധാനത്തിന് ഈ പറഞ്ഞ പോലെ അവർ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാനും പറഞ്ഞത് ഇത് തന്നെയാണ്, എടാ ഞാൻ ആദ്യത്തെ സിനിമ നിങ്ങളെയും ആദ്യത്തെ ഇത് വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പടം ഏത് ലെവലിൽ പോകുമെന്ന് അറിയാൻ പറ്റില്ല. ആ ഒരു പേടി തന്നെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മാറി. എനിക്ക് വിഷ്ണുവിനെ വെച്ചിട്ട് ചെയ്ത കൊള്ളാമെന്ന്, വിഷ്ണു ചെയ്ത കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് എൻ്റെ ഒരു തോന്നല മനസ്സിൽ. പണ്ട് നമ്മൾ ഈ ഓഡിയോ കാസറ്റൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അത്. ഇന്ന ശബ്ദം ഇന്ന ആൾ ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ന കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ന ആർട്ടിസ്റ്റിൻ്റെ വോയിസിൽ ആ ബിറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ജഡ്ജ്മെൻറ്റിലാണ് നമ്മൾ പണ്ട് കാസറ്റുകൾ ചെയ്തിരുന്നത്. ആ ജഡ്ജ്മെൻറ്റ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചുള്ളൂ. ആ 2 പടം കഴിഞ്ഞപ്പം ഷാജി വരുമ്പോഴും ഇതേപോലുള്ള കോമ്പിനേഷനുകളുണ്ടോ പടത്തിൽ? പിന്നെ ധർമ്മജൻ ആസിഫ് അലി കോമ്പിനേഷൻ, ധർമ്മജനും ആസിഫ് അലിയും ഉള്ളൊരു കോമ്പിനേഷൻ, അത് സാധാരണ എല്ലാ സിനിമയിലും കാണുന്ന പോലെ നായകൻ്റെ കൂടെ കോമഡി പറയാൻ വേണ്ടി നിർത്തിയേക്കുന്ന കൊമേഡിയനല്ല കേട്ടോ ധർമ്മജൻ്റെ ക്യാരക്ടർ ഈ സിനിമയ്ക്ക് വളരെ ആവശ്യമാണ്. ഈ സിനിമയുടെ റൂട്ട്, സിനിമയുടെ കഥാപരമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ധർമ്മജൻ ആവശ്യമാണ്, അത്യാവശ്യമാണ്. പിന്നെ ധർമ്മജനായതിൻ്റെ പേരിൽ ആ കഥാപാത്രം പറയുന്ന തമാശകൾ, അതിനൊരു എന്താ പറയുക, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ തമാശകൾ ഉണ്ട് സിനിമയിൽ. സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ആർട്ടിസ്റ്റാണ്, സംവിധായകനാണ്, കമ്പോസറാണ്. എനിക്ക് ചോദിച്ചാൽ ഈ പാട്ട് എവിടെ നിന്നാണ് കയറി പിടിച്ചത്? ചെറുതിലെ പാട്ട് ചെറുപ്പത്തിലെ പാട്ടായിരുന്നു. പാട്ടുകാരനാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പാപ്പ എന്നെ പാട്ടുകാരനാക്കാൻ വേണ്ടിയിട്ട് തരുന്ന ആളാണ്. കുറേ നാളിങ്ങനെ കൂനമാവ് സാക്സ് ഓർക്കസ്ട്ര അതിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ പ്രോഗ്രാമിന് പോകുമ്പോൾ പാപ്പാക്കൊരു സൈക്കിളുള്ളൂ. ആ സൈക്കിളിൻ്റെ പുറത്ത് കയറ്റിയെടുത്തിട്ട് മോനെയും കൊണ്ട് നടക്കാത്ത സ്ഥലങ്ങളില്ല. എവിടെ പോയാലും പാപ്പയുടെ പുറകെ സൈക്കിളിനെ ബാക്കിൽ കൊണ്ട് ഇരുത്തിയിട്ട് ആ പാവം ഒരു ചെറിയ തവല് കൊണ്ടൊരു തലയെക്കെട്ടും കെട്ടി എന്നെ ഇരുത്തി സൈക്കിൾ വെട്ടി പോയി ഗാനമേളയ്ക്കുള്ള എല്ലാ സ്റ്റേജിലും കയറ്റി പാടിച്ചു. കലാമണ്ഡലം ഹൈദരാലി മാഷിൻ്റെ അടുത്ത് കഥകളി സംഗീതത്തിന് കൊണ്ടുപോയി ചേർത്ത്. കഥകളി സംഗീതത്തിന് സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു അന്നത്തെ പത്രത്തിലൊക്കെ വന്ന ഒരു ന്യൂസ്, ആദ്യമായിട്ട് കഥകളി സംഗീതത്തിന് 1ാം സ്ഥാനം വാങ്ങിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥി, അങ്ങനെ ഉള്ളൊരു പേരുണ്ട്. അതും കലാമണ്ഡലം ഹൈദരാലിയുടെ ശിഷ്യൻ. അപ്പോൾ മാഷിൻ്റെയൊക്കെ അടുത്ത് ഭാഗ്യം, എനിക്ക് ഒരു പദം പഠിച്ച് കോമ്പറ്റീഷന് പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. പാട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 2-3 അധ്യാപകരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. രാജഗോപാൽ സാറ്, ഏലൂർ രാജഗോപാൽ സാറ്, പിന്നെ ഏലൂർ വിജയൻ മാഷ്. എനിക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ പാട്ടുകാരനാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പിന്നെ എന്താ പറയുക, കോളേജ് പഠിക്കുമ്പോഴും പാട്ടുകാരനായിരുന്നു. ഗാനമേള വേദികളിൽ പാട്ട് പാടുന്നതാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് മിമിക്രിക്കാരനായത്. അതുവരെ ഗാനമേളക്കാരനായിരുന്നു. ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് കോളേജിൽ വരുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വാപ്പ മരിക്കുന്നു. 16 വയസ്സ് പ്രായം എനിക്കുള്ള സമയത്താണ് എൻ്റെ വാപ്പ മരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോൾ, ഗാനമേളയ്ക്ക് മാത്രം പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള രമേശും ജോർജ് എന്നൊക്കെ പറയുന്ന നമ്മുടെ കൂട്ടുകാർ, അവർക്കൊരു ചെറിയ മാട്ട പരിപാടി എന്ന് പറയുന്ന ചെറിയ പ്രോഗ്രാം കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റായിട്ട്, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് വേണം. അപ്പോൾ റിഹേഴ്സൽ എടുത്തുകൊണ്ടിരുന്നത് കാണാൻ വേണ്ടി ചെന്ന ആളെ. അവിടെ പോയി റിഹേഴ്സൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഈ അഭിപ്രായം പറയില്ല, അന്നും സംവിധായകനുള്ളിൽ കിടക്കുന്നതിൻ്റെ പേരിൽ
ചെറിയ ചെറിയ ഞാൻ പറയാം അയ്യേ അത് ശരിയല്ല ഇത് ശരിയല്ല. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചക്കാരനാണല്ലോ. അപ്പോൾ എനിക്ക് പറയാം അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ പറഞ്ഞ ഒരു പണി എന്നാൽ പിന്നെ ശരിയാകുന്ന വിധത്തിൽ താഴ്ന്ന് കാണിച്ചാൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞങ്ങനെ അല്ല. അപ്പോൾ ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദമൊക്കെ എടുത്തിട്ടുള്ള ഒരു പാട്ട് പ്രാക്ടീസാണ്, മിമിക്സ് ഗാനവിള. ഞാൻ പറഞ്ഞ എൻ്റെ ടോൺ ഇങ്ങനെയാണ്, ഈ ഗിറ്റാറിൻ്റെ ടോൺ ഇങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞ് തനിക്ക് സ്റ്റേജിൽ വരാൻ പാടില്ലേ. ഞാൻ പറഞ്ഞ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് മിമിക്രി അല്ല, ഞാനില്ലെന്ന്. അപ്പോൾ നമുക്ക് ഈ ഗാനമേളക്കാർക്ക് മിമിക്രിക്കാരോട് അന്ന് ആ സമയത്ത് തോന്നുന്ന ഒരു മിമിക്രി അത് അങ്ങനെ. പക്ഷേ മിമിക്രി എന്നാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. ഈ അതിലപ്പോൾ എൻ്റെ അടുത്ത് രമേശ് പറഞ്ഞ് മിമിക്രി ഗാനമേളക്ക് പോയി നിനക്ക് എത്ര രൂപ കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 30 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. ഒന്നും വലിയ പൈസ 30 രൂപ, മിമിക്രിക്ക് വന്നാൽ 50 രൂപ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചാടി വീണു. കാശാണ്, കാശിൻ്റെ പുറത്ത് മിമിക്രിയിലേക്ക് ചാടി വീണു. ആക്രാന്തം മൂത്ത് തന്നെ വന്നതാണ്. അങ്ങനെ വന്ന് മിമിക്രിക്കാരനായി. ആ മിമിക്രിക്കാരനായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പാരഡി രചയിതാവില്ല. പാരഡി രചയിതാവായില്ലെങ്കിൽ ഇന്ന് ഈ പറയുന്ന പോലെ നാട്ടുകാരും അറിയില്ല, എവിടെയെങ്കിലൊക്കെ മുങ്ങിപ്പോയാണ്. ഇത് എവിടെ നിന്നാണ് ഈ പാരഡിയുടെ ഒരു കാര്യം വന്ന് വീഴുന്നത്? പാരഡി എഴുതാന്ന് കൂട്ടുകാരെ കളിയാക്കി എഴുതിയ പാരഡിയാണ്. ആദ്യ കാലങ്ങളിൽ കൂട്ടുകാരെ കളിയാക്കിയിട്ട്, അതായത് നമ്മുടെ വണ്ടിയിൽ ഞങ്ങൾ ഇത് പോകില്ല, മിമിക്രി ടൂർ പോകില്ലേ, പോകുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഇരുന്ന് എഴുതി അബി, ഷിയാസ്, ജോർജ്, രമേശ് കുറുമശ്ശേരി, അങ്ങനെ കൊച്ചിൻ ഓസ്കാറിൻ്റെ അതിൻ്റെ മാനേജർ ബേബി പെട്ട, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഗ്യാങ് ഉണ്ട്. ഇവന്മാരൊക്കെ കൊന്നു കൊല വിളിക്കുക നമുക്ക് തലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നേരം പോക്കുണ്ടേ. ഞങ്ങളുടെ വണ്ടിയിലാണെങ്കിൽ പെമ്പിള്ളേരില്ല ഈ മിമിക്സ് ട്രൂപ്പിൽ, അതുണ്ടെങ്കിൽ ആ നേരം പോക്കുകളുണ്ട്, ഇത് അതുമില്ല. അപ്പോൾ എന്തെങ്കിലും നേരം പോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൂട്ടുകാരെ കളിയാക്കി പാടാമെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയാണ്. കൂട്ടുകാരെ കളിയാക്കി പാടാനുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അബിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഇത് നീ നാട്ടുകാരെ കളിയാക്കാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് കാസറ്റ് ചെയ്യാം. കാസറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാസറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള വേറെ ചരിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു ഓഡിയോ കാസറ്റിൽ എൻ്റെ പടം വന്ന് കാണാനായിട്ട് എൻ്റെ വാപ്പ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മോനെ കൊണ്ടൊരു പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത്, ഈ ഓഡിയോ കാസറ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് വാപ്പക്ക് നടന്നു. അപ്പോൾ ഇവരെല്ലാവരും ആരും ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിട്ട് സിനിമയിൽ ചാൻസ് വയ്ക്കുന്നവരുടെ മുഖം നമുക്കറിയാമെന്ന്. അങ്ങനെ നമുക്കറിയാമോ നമ്മളുടെ നമ്മൾ അത്ര വലിയ പാട്ടുകാരനല്ല. അവർക്ക് എന്താ പറയുക, ഒരു 10-15 വയസ്സുള്ളൊരു ആളുടെ ശബ്ദം എന്ന് പറയുന്നത് ആണുമല്ല പെണ്ണുമില്ലാത്ത തരത്തിൽ നിൽക്കുന്ന സൗണ്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവരൊക്കെ വെച്ചിട്ട് പാട്ട് പഠിക്കാന്നൊക്കെ പറയുന്നത് അവർ ചിന്തിക്കില്ല. അപ്പോൾ ബാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ഫോട്ടോ കാസറ്റിൻ്റെ കവറിൽ കാണുക പറയുന്നത്. അപ്പോൾ അത് സാധിക്കാതെ മരിച്ചുപോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാരഡി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവനോട് ഫസ്റ്റ് ചോദിച്ചത് അബിയുടെ അടുത്ത് എൻ്റെ ഫോട്ടോ വരുമോ കാസറ്റിലെന്ന് ചോദിച്ചു. പിന്നെ ഗാനരചന നിൻ്റെ ഫോട്ടോ വരുള്ളൂ ആണോ, എന്നാൽ പിന്നെ നമ്മൾ നോക്കിയാലോ. അങ്ങനെ കാസറ്റിൻ്റെ കവറിൽ ഫോട്ടോ അടിച്ച് കാണാനും ശബ്ദം ഓഡിയോ കാസറ്റിൽ കേൾക്കാനും വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ ഒരു അമിതമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് പാരഡി എഴുതിച്ചത്. എനിക്ക് തോന്നുന്നു അന്ന് ഈ ഓഡിയോ കാസറ്റിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്ന ടീമെല്ലാം ഇടിയായിരുന്നു, മത്സരമായിരുന്നു. ജയസൂര്യൊക്കെ ക്യൂ നിന്നിട്ടുണ്ട്. ജയസൂര്യ ആ ഓഡിയോ കാസറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി, കലാഭവമണിയൊക്കെ ആ ഓഡിയോ കാസറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി മണിയെ കൊണ്ട് ആദ്യമായിട്ട് ഓഡിയോ കാസറ്റിൽ നാടൻ പാട്ട് പാടുന്നത് നമ്മുടെ ഈ മാവേലി കുമ്പത്തിലാണ്. അതിൻ്റെ പിന്നിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് മണി ചാൻസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചാൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മണി വേറെ സിനിമയിലൊക്കെ അത്യാവശ്യം തല കാണിച്ചു തുടങ്ങിയ സമയമാണ്. വന്നപ്പോഴേക്കും ഈ കാസറ്റിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം വന്ന് ലേറ്റായത്. അന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ പാട്ടൊക്കെ വേറെ ആൾ പാടിപ്പോയി, അരിശേഷൻ ചേട്ടൻ പാടിപ്പോയി, നിനക്കിനി ഇതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത കാസറ്റിൽ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഞാൻ അവിടെ നിന്ന് കൺസോൾ റൂമിലിരിക്കുന്നു. അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഇവിടെ ബാക്കി നമ്മുടെ ഫ്രണ്ട്സ്, ഈ ഗ്യാങ് ഫ്രണ്ട് സർക്കിൾ അപ്പുറത്ത് ഗ്ലാസിൻ്റെ അപ്പുറം ഇരുന്ന് ഹാളിൽ ഇരുന്നിട്ട് എല്ലാവരും കൈ ഇങ്ങനെ ക്ലാപ്സ് ഉണ്ട്, എന്തോ മണി പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇത് എന്ത് പരിപാടി ഇത് ഇത്ര ആവേശത്തിൽ? ഞാൻ പറഞ്ഞാൽ മൈക്കൊന്ന് ഓൺ ചെയ്യാൻ പറഞ്ഞു. അവിടെ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടുന്ന് ആ റെക്കോർഡിസ്റ്റ് നടത്തുന്നുണ്ട്, ആ മൈക്കൊന്ന് ഓൺ ചെയ്താൽ എന്താ കേൾക്കട്ടെ. മൈക്ക് ഓൺ ചെയ്തപ്പോൾ വടക്കോട്ട് പോകുമ്പോൾ മാവമ്മ മാങ്ങ ദൂഷമ്മ കൂന്താരോ, ഇത് ഇവൻ പാടിയാണ്. പാടിക്കൊണ്ടിരിക്കുന്ന മൈക്കിൻ്റെ അടുത്തല്ല, മൈക്ക് ഡിസ്റ്റൻസിലാണ്. ഇവൻ പാടുന്നത് എനിക്ക് മൈക്ക് കൂടി കേൾക്കാം, മറ്റുള്ളവർ കൈയടിക്കുന്നത് കേൾക്കാം. ഞാൻ ഇപ്പോൾ നല്ല രസം ഇത് കേൾക്കാനായിട്ട്. ഞാൻ മണിയുടെ അടുത്തുണ്ടടാ നീ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഇത് പാട് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കസ്ട്ര ഒന്നുമില്ല, എല്ലാം പോയി. അവിടെ ഒരു കീബോർഡ് ഇരിപ്പുണ്ട്. ആ കീബോർഡിൽ ഞാൻ വേറെ കോഡ്സ് പിടിച്ചു കൊടുത്തു. ശ്രുതി പിടിച്ചിട്ട് പറഞ്ഞാൽ ഈ ശ്രുതിയിൽ പാടാൻ പറഞ്ഞു. ഡ്രംസ് വായിക്കാൻ ആളില്ല, മിമിക്രിക്കാരുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വായു കൊണ്ട് ഡ്രംസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വായു കൊണ്ട്
ഉടുക്കും ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ചെയ്തിട്ട് ഇതിൻ്റെ കോഴ്സ് മാത്രം പിടിച്ചിട്ട് മണി വെറുതെ വായിക്കുന്ന മുമ്പിൽ നിന്ന് പാടിയ പാട്ടാണ് നടന്നത്. ചെറിയ പോർഷൻ അത് ഈ കാസറ്റിനകത്ത് ഇട്ടു. പക്ഷെ ആ കാസറ്റ് ഭയങ്കര വെറൈറ്റി ആയിട്ട് അതിനകത്ത് ഭയങ്കരമായിട്ട് ആ കാസറ്റിനെ നമ്മൾ എടുത്ത് പ്രൊമോട്ട് ചെയ്തതിന് ഒരു പ്രധാന ഭാഗമായി ആ സോങ്. അതിൽ നിന്ന് പിന്നെ നാടൻ പാട്ടിൻ്റെ പിന്നെ അടുത്ത ഒരു ഫുൾ ഓഡിയോ ഞാൻ നോക്കിയപ്പോൾ പിന്നെ മണിയെ വെച്ചിട്ട് വേറൊരു പാർട്ടി ഫുൾ നാടൻ പാട്ട് മാത്രമേ. അങ്ങനെ നാടൻ പാട്ടുണ്ട്. ഈ മണിച്ചേട്ടനായിട്ട് പിന്നെ പാടിയ വെട്ടത്തിലെ പാട്ട് ഇപ്പോഴും ഹിറ്റാണല്ലേ? മക്കസായി മണിക്ക് വേണ്ടി പാടിയ ഭയങ്കര ഇപ്പോഴും ഹിറ്റാണ് ആ പാട്ട്. ഇപ്പോഴും ഭയങ്കര രസമായിട്ട് പോകുന്ന പാട്ട്. അത് ഇക്കന്നെ എഴുതിയതാണ്. ഞാൻ എഴുതിയതാണ്. അതിൽ MG ശ്രീകുമാറും ഞാനും ചേർന്നാണ് അത് പാടിയിരിക്കുന്നത്. ആ പാട്ട് പാടിച്ചത് ശരിക്ക് കലാഭമണിയുടെ വളരെയധികം ഒരു എന്താ പറയുക ഒരു സ്നേഹം എന്നോടുള്ളതിൻ്റെ പേരിലാണ് എനിക്ക് ആ പാട്ട് കിട്ടിയത്. കാരണം ദിലീപ് അഭിനയിക്കുന്നുണ്ട്, മണി അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ആ സിനിമയിൽ ഈ പാട്ട് പാടാനായിട്ട് മണിയാണ് പ്ലാൻ ചെയ്ത് വെച്ചത്. പാട്ട് നാദർഷ എഴുതിക്കോ പാട്ട് പാടുന്നത് MG ശ്രീകുമാറും കലാഭമണിയാണ്. അങ്ങനെ ഞാനതൊരു ട്രാക്ക് പാടി. ട്രാക്ക് പാടി അത് പ്രിയൻ സാറിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ മണിയുടെ അടുത്ത് പറഞ്ഞ് ഈ പാട്ട് ഇനി മണി പാടണം. അപ്പോൾ മണി പറഞ്ഞ് അവൻ്റെ ശബ്ദം ഇപ്പം നന്നായിട്ട് കിടപ്പുണ്ട്, അവൻ പാടിയത് മതി, ഇനി ഞാൻ പാടല്ലോ. അല്ല അത് മണി പാടിയാൽ മണി പറഞ്ഞു ഞാൻ പാടുന്നില്ല ഇനി, അതെനിക്ക് ഞാൻ അഭിനയിച്ചോളാം, അവൻ്റെ ശബ്ദം മതി എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ആക്ടറാണെങ്കിൽ അത് വിട്ടുകളവില്ല. ഷാജിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3 ഷാജിമാർ 3 സ്ഥലത്തു നിന്നാണെന്ന് പറയുന്നത്. ഇപ്പോൾ 3 ലൊക്കേഷനായിരുന്നു. അതെ 3 ലൊക്കേഷനാണ്, കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രം. പിന്നെ ഇതെല്ലാം കൂടെ അവസരം കൊച്ചിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു. അതിൽ കോഴിക്കോട് ഷാജി കൊച്ചിയിലേക്ക് വരുന്നു, ട്രിവാൻഡ്രം ഷാജിയും കൊച്ചിയിലേക്ക് വരികയാണ്. കൊച്ചിയിലാണ് പിന്നെ ബാക്കി ബാലൻസ്. അതിൽ ആദ്യ ഭാഗങ്ങളിൽ മാത്രമാണ് കൊച്ചിയും കോഴിക്കോടും ട്രിവാൻഡ്രവും. ഓ അത് ശരി. പിന്നെ ഇതിനിടയിലുള്ള വേറൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തമിഴ് സിനിമ ചെയ്തിരുന്നു, അജിത് ഫ്രം അറുപ്പക്കോട്ടെ. കട്ടപ്പനയിൽ അതിന്റെ ഇതിൽ വിജയ് ടിവിയിലെ ആങ്കർ ഉണ്ട്, ദീന എന്ന് പറഞ്ഞ പയ്യൻ, അവനാണ് ഹീറോ. പിന്നെ നമ്മുടെ ധർമ്മജൻ അഭിനയിച്ചിട്ടുണ്ട്. ധർമ്മജന്റെ വേഷം ധർമ്മജൻ തമിഴിൽ കൊണ്ടുപോയി. അതെ ധർമ്മജൻ. അപ്പൊ അത് ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞ് അത് ഏപ്രിലിൽ റിലീസാണ്. ഓ അത് ശരി. ഇപ്പൊ നാദർഷയുടെ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അത്രേ ഉള്ളൂ. നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്ന സിനിമ ഏത് ടൈപ്പ് സിനിമ ആയിരിക്കണം എനിക്ക് കണ്ട ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഫാമിലി ആയിട്ട് എൻ്റെ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറേ ചിരിക്കണം, കുറേ ത്രില്ലാവും. പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അതിൽ കുറേ തമാശകൾ പറഞ്ഞ് ചിരിക്കണം, കുറേ സീൻസ് മനസ്സിൽ തട്ടണം, ചങ്കത്ത് കൊള്ളണം, കുറേ ഡയലോഗ്സ് എവിടെയെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെയും കണ്ണൊന്നും അറിയണം. അങ്ങനെയൊക്കെയുള്ളൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊരു ഞങ്ങളൊക്കെ ഇപ്പോഴും പല സ്ഥലത്ത് ചാവടിക്ക് ചിലപ്പോൾ ഈ വാഴക്കപ്പുഴ കേന്ദ്രത്തിൽ നമ്മളിപ്പോഴും രതീഷെന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്ന പടം ഉണ്ടാക്കി വെച്ച കുറേ സാധനങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പാരഡിയൊക്കെ ഇങ്ങനെ ഒരു 100 കണക്കിന് പാരഡി എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഈ ഒരാൾ ഇങ്ങനെ വന്ന് സ്റ്റേജിൽ വന്നിരുന്നിട്ട് ശങ്കരൊക്കെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പാടി ഇങ്ങനെ പോകുന്നതാണ്. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ പാടിയ പാട്ടാണ് ശങ്കര, അന്ന് പഠിച്ച പാടിയ. അതിനുശേഷം എല്ലാ വേദികളിലും ആ പാട്ട് അന്ന് സ്റ്റേജിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കുറേ പ്രൈസൊക്കെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാട്ടിനോടുള്ളൊരു സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് ഞാൻ പാടി കേൾക്കാനായിട്ട്. അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് കൂടി ആ പാട്ടിനോടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ബാപ്പ എപ്പോഴും പറയാറുണ്ട്, എടാ ആ പാട്ടൊന്ന് പാടിയെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പാടിക്കും. അതുകൊണ്ടാണ് എല്ലാ ഗാനമേള വേദികളിലും പോയിട്ട് ആദ്യത്തെ പാട്ട് ഏത് പള്ളിപ്പെരുന്നാളിനാണെങ്കിലും ഞാൻ കയറി പാടുന്നത് ശങ്കരയാണ്. ഏറ്റവും അടുത്ത സുഹൃത്തിനെ വെച്ചൊരു പടം, അത് എൻ്റെ മനസ്സിലാഗ്രഹമാണ്, അത് സംഭവിക്കണം. മമ്മൂക്ക വെച്ചൊരു പടം, മമ്മൂക്ക വെച്ചിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് ഐ എം എ ഡിസ്കോ ഡാൻസർ എന്നാണ് സിനിമയുടെ. അത് ഒരു ഡിഫറെൻറ്റ് സാധനമാണ്. അപ്പോൾ അതായത് മമ്മൂക്കക്ക് ഡാൻസ് കളിക്കാൻ അറിയാൻ പാടില്ല എന്നാണ് പൊതുവെ ഉള്ള ഒരു ടോക്ക്. അങ്ങനെയുള്ളൊരു മമ്മൂക്കയെ കൊണ്ട് നമ്മൾ ഐ എം എ ഡിസ്കോ ഡാൻസർ എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അത് പ്ലാനിങ്ങിനാണോ? തീർച്ചയായിട്ടും. അത് ഈ വർഷം അതിൻ്റെ ഷൂട്ടിംഗ്, ഈ വർഷം അവസാനത്തോടുകൂടി അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ദിലീപിനെ വെച്ചിട്ടുള്ളതും പോകുന്നുണ്ട്. ദിലീപിനെയും വെച്ചിട്ടുള്ളത് കേശു ഈ വീടിൻ്റെ നാഥൻ. നമ്മുടെ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ കാണാനുള്ളൊരു ഒരു ആകാംക്ഷയുണ്ട്. സജീവ് പാഴൂരാണ് എൻ്റെ പാഴൂരാണ്. ലിഫ്റ്റിൽ കയറുന്ന ഒരാളല്ല, പടി ഇങ്ങനെ കയറിയാണ്. ലിഫ്റ്റിൽ കയറാൻ എനിക്ക് പേടിയാണ്. കാര്യമായിട്ട് പറഞ്ഞാൽ ലിഫ്റ്റിൽ കയറുന്ന പടി സ്റ്റെപ്പ്, ഇപ്പം നിങ്ങൾ പറഞ്ഞ ലൈഫിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി എന്ന് പറഞ്ഞ പോലെ ക്ലോസ്മോഫോബിയ എന്ന് പറയുന്ന സംഭവം, അതായത് അകത്ത് പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെപ്രാളം വരും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ദിലീപ് കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ 8ാം ക്ലാസ് വരെ എനിക്ക് വിക്കുണ്ടായിരുന്നു.
8ാം ക്ലാസ് വരെ വിക്കനായിരുന്നു. എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടി, കണ്ണാടി അരിവാൾ എന്നൊക്കെ പറയുന്നത് ഒരു കൈ കൊണ്ടൊരു ഞൊടി. ഈ സാധനമാണ് ദിലീപ് എടുത്തിട്ട് മറ്റേ വക്കീലില് ഈ സാധനം ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് എൻ്റെ കയ്യിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇവനെ ഈ പടത്തിൽ കൈ ഞൊടിച്ചിട്ട് പറയുന്നത്. ഇതിങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട് ഒരു സമയത്ത് ദൈവമായിട്ട് മാറ്റിക്കളഞ്ഞാണ് വിക്ക്. അത് മിറാക്കിളാണ് ലൈഫിൽ സംഭവിക്കാവുന്ന. എന്താ പറയുക, വിക്കൊന്നുമില്ലെങ്കിൽ വിക്കനായിട്ട് ഇവനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ജീവിച്ചു പോകില്ല എന്ന് ദൈവത്തിന് തോന്നിയതിൻ്റെ പേരിൽ ദൈവമായിട്ട് മാറ്റി. 8ാം ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നാണ് പറവറാതെ പാട്ട് പാടുന്നത്. അപ്പോൾ അത് നമ്മൾ കയറിയിട്ട് മറ്റേ ഓടിച്ചിട്ടിടി മുട്ടിന് മുകളിൽ കൊമ്പിനിടക്ക് ഒരു തട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബേർഡ്സ് വെച്ചിട്ട് കട എന്നുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ അത് ആ സമയത്ത് പാടിയിരുന്നു കേട്ടോ, വിക്കുള്ള സമയത്ത് പാടിയിരുന്നു. സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്യാമെന്നുള്ളൊരു ഒരു കോൺഫിഡൻസ്, അത് കോൺഫിഡൻസ് ഉണ്ടാകും. പക്ഷേ അത് അങ്ങനൊരു നീ വാ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചോണ്ട് വന്നാണോ? സിനിമയ്ക്ക് എനിക്ക് അവസരം തന്നാണ് അവർ. മീനാക്ഷി കല്യാണം എന്ന് പറയുന്ന സിനിമ, ജോസ് തോമസിൻ്റെ പടത്തിൽ. അതിൽ മിലഞ്ചേലിയിൽ പ്രൊഡ്യൂസർ ഡേവി റാഫേൽ അവരൊക്കെ ആയിരുന്നു പ്രൊഡ്യൂസേഴ്സ്. അവർ നമ്മളുടെ ഈ മ്യൂസിക് സെൻസ്, നമ്മളുടെ പാരഡി കാസറ്റിൻ്റെ അതിനകത്ത് തന്നെ ഇപ്പോൾ പാരഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് അരികിടിക്കുമ്പോൾ പെറ് കുലുങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് നമ്മളുടെ സംഗീതത്തിൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ഹിറ്റാവും. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ അങ്ങനെയുള്ളൊരു സെൻസ് നമ്മളിൽ അവർ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവരെന്നെ. അതിൽ ആ പാട്ട് അതുവരെ ഇക്ക പാടിയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു ലെവലിൽ നിന്നുള്ള മാറി നിന്നൊരു പാട്ടായിരുന്നു തിരുതെഴുതും ആ ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ ഹിറ്റ് ഈ ഇന്നോ ഞാനെൻ്റെ ആണെന്ന് തോന്നുന്നു. ഇന്നോ ഞാനെൻ്റെയാണ്. പിന്നെ മിന്നാമിനിങ്ങ് ആ പാട്ടൊക്കെ നമ്മൾ ചെയ്തേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാടിക്കൊണ്ട് ഏറ്റുപാടിയ പാട്ടുകളാണ്. ഇപ്പോൾ അജിത് ഫ്രം അറുപ്പക്കോട്ടെ തമിഴിൽ ഞാൻ മ്യൂസിക് ചെയ്തത്, മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ പാടിയേക്കുന്നത് ശ്രേയ ഘോഷൽ, പിന്നെ ഹരിചരൺ, കാർത്തിക് അവരൊക്കെ പാടിയിട്ടുണ്ട്. സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ചാൻസ് ചോദിച്ചാൽ അല്ലാതെ ഒരുപാട് പേര് വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുക, ഇവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എവിടെയെങ്കിലൊക്കെ നിർത്തും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അവർ നമ്മളല്ലാതെ വേറെ ആരും അവർക്ക് ചാൻസ് കൊടുക്കില്ല. അപ്പം നമ്മുടെ അടുത്തൊന്ന് ചാൻസ് വയ്ക്കുമ്പോൾ എടാ എനിക്ക് അതിനകത്തൊരു വേഷം വേണം കേട്ടോ എന്ന് പറയുന്നതിനുള്ളൊരു ഫ്രീഡം ഉണ്ട്. തോളിക്കായിട്ട് നമ്മളൊക്കെ, കാരണം നമ്മളുടെ വളർച്ചയുടെ പിന്നിലുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഇവരൊക്കെ തന്നെ. ഈ ഓഡിയോ കാസറ്റിലും ഇതിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഉറക്കൊളിച്ചതിൻ്റെയും ഇതിനൊക്കെയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൗഭാഗ്യങ്ങളിൽ. ആ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ പഴയ സുഹൃത്തുക്കളെ നമ്മൾ മറക്കാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ എല്ലാ സിനിമകളിലും നോക്കിക്കുക, അതിനകത്ത് എല്ലാ പഴയ സുഹൃത്തുക്കളും അവർ വന്ന് അവരെ തല അവിടെ ഇവിടെയൊക്കെ കണ്ടു പോകും. ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ കൊടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടൊന്നും ചിലപ്പോൾ സാധിക്കില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സലിമേട്ടൻ്റെ ഒരു അതിഗംഭീരമായ റീ എൻട്രിക്ക് കാരണമായ ഒരാളാണ് എന്നുള്ളതിലാണ് ഞാൻ കാണുന്നത്. കാരണം അസാധ്യ റീ എൻട്രി ആയിരുന്നു. ഒരു സമീപകാലത്ത് ഒരു മനുഷ്യനും കിട്ടാത്ത തരത്തിലുള്ള റീ എൻട്രി ആയിരുന്നു ആ പടം. അതിൽ ആ ഫസ്റ്റ് ഡയലോഗ് ഗംഭീരമായിരുന്നു, ശ്രമിക്കുമ്പോൾ അപമാനം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അതുപോലുള്ള ചില രസമുള്ള ചില നന്മകൾ കഴിഞ്ഞ 2 പടങ്ങളിൽ കണ്ടു. അത് എല്ലാ സിനിമകളിലും അത്തരത്തിലുള്ള, കാരണം നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ ഏറ്റവും ഈ പറയുന്ന പോലെ മറ്റുള്ള കുറേ ആൾക്കാരുടെയൊക്കെ പ്രാർത്ഥനയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് മേക്ക് ചെയ്തിട്ട് അസാധ്യമായിട്ട് ഇവിടുത്തെ എല്ലാ സംവിധായകരെക്കാളും മികച്ച രീതിയിൽ ടേക്കിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യണില്ല, ഒരു അത്ഭുതം കാണിക്കണില്ല. പക്ഷേ എവിടെയൊക്കെ ആരുടെയൊക്കെ പ്രാർത്ഥന നമ്മൾ ചെയ്തു പോയേക്കുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് ആരെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ ഈ പടത്തിന് വന്നിട്ട് മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാവുന്നൊരു പണിയാണ്. ഞാൻ ആ പണി മാറ്റി വെച്ചിട്ട് വേറെ ആൾക്ക്, കാരണം ആർക്കെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിനൊറ്റ എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ആളുടെ അടുത്തും ചാൻസ് ചോദിച്ചിട്ടില്ല ഇന്നേ വരെ ഒരു കാര്യത്തിന്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വലിയ നിലയിലായിരുന്നു, പലവരും പല ലെവലിലായിട്ടും എടാ എനിക്ക് പാടണം, എനിക്ക് അഭിനയിക്കണം, എനിക്ക് സ്ക്രിപ്റ്റ് എഴുതണം, എനിക്ക് ഡയറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരും പുറകെ അവസരം ചോദിച്ചു പോയതല്ല. ഈ അവസരങ്ങളൊക്കെ ദൈവമായിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഈ നമ്മളുടെ അടുത്ത് ചാൻസ് ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ നേരെ നോക്കുന്ന മുഖങ്ങളിൽ നമ്മളെ കാണുന്നുണ്ട്. എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അവരെ കണ്ണുകളിലുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ പുറംകാലിന് അടിച്ചാൽ അത് പിന്നെ എൻ്റെ മുന്നോട്ടുള്ള യാത്രകൾക്ക് അത് ബുദ്ധിമുട്ടാവും. അതിലൊക്കെ വളരെ സന്തോഷം. ഇത്രയും സമയം സംസാരിച്ചു. കഴിഞ്ഞ 2 പടം കണക്ക് മേരാനാം ഷാജി
മലയാളത്തിലൊരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കട്ടപ്പനയിൽ കൃത്തിക് റോഷൻ തമിഴിൽ പോയി അവിടെയും തിളങ്ങട്ടെ. ഏതായാലും നല്ല സമയത്തിലൂടെ തന്നെ പോട്ടെ. വളരെ സന്തോഷം. താങ്ക് യു.